ഹായ്, ഞാൻ നിതയാണ്. നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു. നിങ്ങൾ ഇതിൽ പറയാതെ തന്നെ പറഞ്ഞു വരുന്നത് ഞാനും അമലും തമ്മിൽ റിലേഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഡിവോഴ്സ് ആയത്. നമസ്കാരം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയാണ്. അതായത് ആരാണ് മല്ലു ഫാമിലി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊറോണ കാലത്ത് ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഇങ്ങനെ കൂണ് പോലെ മുളച്ചു പൊന്തിയിട്ടുണ്ടായിരുന്നു. അതായത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ക്യാമറയും എടുത്ത് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ ഒപ്പി അത് സോഷ്യൽ മീഡിയയിലിട്ട് അത്യാവശ്യം റീച്ച് നേടിക്കൊണ്ടിരുന്ന ഒരുപാട് ചാനലുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് സീരിയലൊക്കെ കുറവായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഫാമിലി വ്ളോഗ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എല്ലാവർക്കും ഇവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഇങ്ങനെയുള്ള വ്ളോഗ് ചെയ്യുന്നവരെ ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം എന്തോ സ്വന്തം വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാത്ത എന്തോ ഒരു പ്രത്യേകത ഇവരുടെയൊക്കെ വ്ളോഗിൽ ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മയും പെങ്ങളും സഹോദരനും സഹോദരിയൊക്കെ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇവരെ നെഞ്ചിലേറ്റി കുറേ കൊണ്ടേ നടന്നു. പിന്നെ നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും, അതായത് ഈ കൊറോണ എല്ലാം കഴിഞ്ഞ് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റിനോട് ചിലർക്കെങ്കിലും കുറച്ചൊരു വിരക്തി വരാൻ വേണ്ടി തുടങ്ങി. എന്നിരുന്നാലും അന്നും ഇന്നും എല്ലാം ഏകദേശം ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് ഫാമിലി വ്ളോഗ് ചാനലുകൾ ഇപ്പോഴും ഉണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളായിരുന്നു ഈ പറയുന്ന സുജിനും പൊന്നൂസും ഉള്ള മല്ലു ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ. അപ്പോൾ കൊറോണ കാലത്ത് എല്ലാവർക്കും ഒരു നെഗറ്റീവ് അവരുടെ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന സുജിൻ്റെ പെങ്ങളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിലെയും ഓരോ അമ്മമാരുടെയും മക്കളുടെ കല്യാണം പോലെയാണ് നാട്ടുകാർ കൊണ്ടാടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയ്ക്കും നെഞ്ചിലേറ്റിയിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി തന്നെയായിരുന്നു മല്ലു ഫാമിലി. അങ്ങനെ പോകെ ചങ്ങായിൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും ഈ നെഞ്ചിലേറ്റിയിരുന്നവരെ തന്നെ എടുത്ത് നിലത്തിട്ടാൻ വേണ്ടി തുടങ്ങി. അതായത് ഈ പറയുന്ന സുജി എന്ന് പറയുന്ന വ്യക്തി ഒരു ഓട്ടോക്കാരനായിരുന്നു. ആ ഓട്ടോക്കാരനിൽ നിന്നും അയാൾ ഓരോ വാഹനങ്ങൾ മേടിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വെച്ചടി കയറ്റങ്ങൾ വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആളുകളിൽ നിന്നും പതിയെ പോയി. പിന്നെ അഹങ്കാരം കൂടിയെന്നോ ഇങ്ങനെ കാശിൻ്റെ പരിപാടി തുടങ്ങിയെന്നോ ക്യാഷിൻ്റെ അഹങ്കാരം കൂടി, അങ്ങനെ എന്തെല്ലോ ആളുകൾക്കറിയാലോ. നമ്മളിപ്പം ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ചിലപ്പം പിടിച്ചെന്ന് വരില്ല. എല്ലാവർക്കും അല്ല, പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് പോലും ഇല്ലാതിരുന്ന കമൻറ്റ് ബോക്സിൽ ഫുള്ള് തെറിവിളി, ഫുള്ള് നെഗറ്റീവ് കമൻസും വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പതിയെ അവർ മുൻപോട്ട് പോയി പല കാര്യങ്ങൾ ചെയ്തു. ഈ പറയുന്ന പോലെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുക, ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ എന്തെല്ലോ പരിപാടികളായിട്ടായിരുന്നു ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ചില നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇടയ്ക്ക് പ്രാങ്ക് ചെയ്യും. സ്വന്തം വീട്ടിലും ചെയ്യും, അത് നാട്ടുകാരുടെ നെഞ്ചത്തോട്ടും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഡിവോഴ്സായി എന്നെല്ലാം പറഞ്ഞിട്ടൊരു പരിപാടി ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നതാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്, സുജിൻ പറയുന്നത്. പക്ഷേ നാട്ടുകാർക്കിത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല. അതായത് ഇവരുടെ അഭിനയമായിരുന്നു, ഇവരുടെ ചാനൽ റീച്ച് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കോളിളക്കം സൃഷ്ടിച്ചൊരു പരിപാടിയാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നമൊന്നുമല്ല, ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ മനോരമ ചാനലിൽ ഒരു വാർത്ത വന്നു. ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഓൺലൈൻ ചാനലിൽ ഒരു വാർത്ത കണ്ടു. ഞങ്ങൾ ഡിവോഴ്സായി, വേർപിരിയൽ പ്രഖ്യാപിച്ച് സുജിനും പൊന്നൂസും എന്നാണ് വാർത്ത. അപ്പോൾ ആ വാർത്ത ഞാൻ നോക്കുമ്പോൾ മനോരമയിലൊക്കെ ഈ വാർത്തയൊക്കെ വരണമെങ്കിൽ, കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ഇങ്ങനെ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അതാണ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഉള്ള ഓരോരോ പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് ഇവരെ പോലുള്ള ഫാമിലി വ്ളോഗ് ആകുമ്പം ഇവരുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നാട്ടുകാരോട് പറഞ്ഞ് ബോധിപ്പിച്ച് അവസാനം എന്തെങ്കിലും പറയാതിരുന്നാൽ അത് നെഞ്ചത്ത് കയറുന്ന തരത്തിലുള്ള ആ രീതിയിൽ വരെ എത്തി. അങ്ങനെയാണ് പിന്നെ എന്തായാലും ഈ പറയുന്ന സുജിനും പൊന്നൂസ് എന്ന് പറയുന്നത് വൈഫാണ്, അവരുടെ പേര് നിത എന്നൊറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരുടെ പേഴ്സണൽ വെരി പേഴ്സണലായിട്ടുള്ള ഈ ഡിവോഴ്സ് വരെ ആളുകളോട് പറയേണ്ട ഒരവസ്ഥ വന്നു. അതാണ് ഈ പറയുന്ന ഫാമിലി വ്ളോഗ് ചാനലുകളുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്.
അല്ലാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഫാമിലി വ്ളോഗ് ചാനൽ കൊണ്ടുപോയി നടക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് അവസാനം നാട്ടുകാരുടെ മുമ്പിൽ പറയേണ്ടി വന്നു ഞങ്ങൾ ഡിവോഴ്സ് ആവുകയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മനോരമയുടെ ഡിജിറ്റൽ ഡെസ്കിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. യൂട്യൂബിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതരായ താരങ്ങളാണ് മല്ലു ഫാമിലി, സുജിനും പൊന്നൂസും. ഇപ്പോഴിതാ വേർപിരിയൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇരുവരും. വിവാഹമോചനം അറിയിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇതിനകം ചർച്ചയാണ്. ഓക്കെ, ആ അധ്യായം അവസാനിപ്പിച്ചു. ഞാൻ സമാധാനം തിരഞ്ഞെടുത്തു എന്നാണ് നിതയുടെ ബ്രാക്കറ്റിൽ പൊന്നൂസിൻ്റെ കുറിപ്പ്. ഇനി ഇതിൻ്റെ പേരിൽ ആരും പ്രശ്നങ്ങളും നെഗറ്റീവ് കമൻസും ട്രോളുകളുമായി വരരുത്. ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ഇനി ഇതിനെപ്പറ്റി പ്രതികരിക്കില്ല എന്നാണ് വിവാഹമോചനം പ്രഖ്യാപിച്ച സുജിൻ കേട്ടോ. മനോരമ ചാനൽ തെറ്റി, സുജിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അതേസമയം ഇരുവരുടെയും ഈ തീരുമാനത്തെ ഞെട്ടലോടെയും വിഷമത്തോടെയുമാണ് ആരാധകർ ഏറ്റെടുത്തത്. എന്തിന് എടോ, ഈ പറയുന്ന ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് പരസ്പരം ഒത്തുചേർന്ന് പോകാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമല്ലേ? അതായത് നമ്മൾ പല വാർത്തകളിൽ കാണുന്ന പോലെ അവനെ ഇവൻ കൊന്നു, ഇവളെ അവൻ കൊന്നു, മക്കളെ കൊന്നിട്ട് അത് പോയി, ഇങ്ങനെയൊക്കെ കേൾക്കുന്നതിനേക്കാളും നല്ലതല്ലേ? അതായത് പരസ്പരം ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ല എന്നറിയുമ്പോൾ ഡിവോഴ്സായി പോകുന്നത്. അതിന് ഈ നാട്ടുകാരെന്തിനാണ് ഈ ഞെട്ടാൻ വേണ്ടി നിൽക്കുന്നത്? എന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറേ ഞെട്ടുന്നവർ കുറേ കമൻറ്റ് വിട്ടിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിക്കണം, കുട്ടികൾക്ക് വേണ്ടി ഒന്നിക്കണം. എടോ, ഒരിക്കലും ഒത്തുചേർന്ന് പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾ ഇങ്ങനെയെല്ലാം പറഞ്ഞെന്ന് ഓർത്തിട്ട് അവരുടെ ആ ഒരു തീരുമാനം മാറും തോന്നുന്നുണ്ടോ? അവർക്കറിയില്ലേ അവരുടെ കുട്ടികളെക്കുറിച്ച്. അപ്പോൾ കുട്ടികളെ നോക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർക്കറിയാം. എന്നിട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ അവർ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ ഞെട്ടിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് ഞാൻ വെറുതെ ഒന്ന് പറയുകയാണ്. അപ്പോൾ ഒന്നുമില്ലാത്ത കാലത്ത് സ്നേഹിച്ച് നിൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ പൊന്നു? ഒക്കെ ആയപ്പോൾ ഇങ്ങനെ രണ്ടാളും രണ്ടു വഴിക്ക് പോകണം? ഇങ്ങനെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനോരമ പറയുന്നത്. എന്നാണ് ഒരാൾ കമൻറ്റ് ഇട്ടത്. എല്ലാം സെറ്റാക്കി ഒരുമിച്ച് ജീവിക്കും ബ്രോ. നിങ്ങളുടെ ലവ് സ്റ്റോറി കേട്ടാൽ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് കരുതുന്നില്ല. ഫ്രാങ്ക് ആയാൽ മതിയായിരുന്നു. ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത കാലത്ത് സ്നേഹിച്ചു നിൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ പൊന്നു. ഇതിപ്പം എന്താണ് ഇതിൻ്റെ പുറകിലുള്ള റീസൺ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. എന്നിട്ടാണ് വന്നിരുന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത കാലം സ്നേഹിച്ചു നിൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ, ഒക്കെ ആയപ്പോൾ ഇങ്ങനെ രണ്ടും രണ്ടു വഴിക്ക് പോകണോ? അത് അവരുടെ ഇടയിലുള്ള എന്തോ പ്രശ്നമാണ്. അപ്പോൾ അത് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത് ഈ രീതിയിലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പം ഒരുമിച്ച് ഇറങ്ങി വന്നതല്ലേ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത കാലത്ത് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കടിച്ചു പിടിച്ച് തൂങ്ങി നിൽക്കുക എന്നൊക്കെ പറയുന്നത് പറയാൻ രസമാണ്. പക്ഷേ അത് അവരുടേതായിട്ടുള്ള ഒരു തീരുമാനമാണെന്നുള്ളത് നമ്മൾ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, എന്നാൽ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ആരാധകർ അതൊന്ന് അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം അവരുടേതായിട്ടുള്ള തീരുമാനമാണ്, അവർക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന സുജിൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ടായിരുന്നു സുജിൻ്റെ അച്ഛൻ ഈ പറയുന്ന സുജിൻ്റെ അമ്മയെയും ഈ പറയുന്ന രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് പോയ ഒരാളാണ് എന്നുള്ളത്. അപ്പോൾ അച്ഛൻ്റെ അതേ പാതയിലേക്കാണ് സുജിനും പോകുന്നത് എന്നുള്ളൊരു വിഷമം ഉണ്ട്. ഇതിപ്പം അവരുടേതായിട്ടുള്ള തീരുമാനമാണെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു ഇതാണെങ്കിലും നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത് എന്ന് വിചാരിച്ച ആളുകൾ അങ്ങനെ ആ രീതിയിലേക്ക് പോകുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന വിഷമമാണെന്ന് തോന്നുന്നു ഈ കമൻറ്റ് ബോക്സിൽ പലരും പറഞ്ഞിട്ടുള്ളത്. അപ്പം സ്വന്തം അച്ഛൻ എന്താണോ ഇവരോട് ചെയ്തത് അതേ കാര്യം തന്നെ ഈ പറയുന്ന സുജിനും സുജിൻ്റെ മക്കളോട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കമൻറ്റ് ബോക്സ് നിറച്ചും പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഇതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഒരു വേറൊരു റിയാക്ഷൻ ചാനലായിട്ടുള്ള അതുൽ വ്ളോഗ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിനു മുമ്പ് ഇച്ചായനും പിന്നെ വേറൊരു ചങ്ങായി ഉണ്ടല്ലോ കുഞ്ഞാറ്റ, ഇവർ നേരത്തെ ഡിവോഴ്സ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഇടയിൽ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ടായി, അവർ രണ്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നവും ഇവരുടെ പ്രശ്നവും തമ്മിൽ എന്താ പറയുക കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലൊരു വീഡിയോ നമ്മുടെ അതുൽ വ്ളോഗ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും അറിയാമെന്നാണ് തോന്നുന്നത്. അതുലിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് തോന്നുന്നത് അതുലിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ഇച്ചായ എന്ന് പറയുന്ന അമലും ഈ പറയുന്ന സുജിൻ പൊന്നൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരും തമ്മിൽ
എന്തോ കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ്റെ പുറത്ത് ആണ് ഇവരുടെ രണ്ടുപേരുടെയും ഡിവോഴ്സ് നടന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറയാതെ ഈ പറയുന്ന അതുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ അടിയിൽ ഈ പറയുന്ന നിത, അതായത് പൊന്നൂസ് തന്നെ ആണെന്ന് തോന്നുന്നു, പൊന്നൂസ് ആണെന്നും പറഞ്ഞിട്ടാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതായത് അതുൽ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഡിവോഴ്സിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന അമലിൻ്റെയും ഈ പറയുന്ന കുഞ്ഞാറ്റയുടെയും ഡിവോഴ്സുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. മൊത്തത്തിലൊരു ഇതാണ്, അതായത് മൊത്തത്തിലൊരു ഫാമിലി വ്ളോഗുകാരുടെ ഒരു എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ആണെന്നാണ് അതുൽ വ്ളോഗ്സ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഈ പറയുന്ന പൊന്നൂസ് വന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം. ഓക്കെ. ഹായ്, ഞാൻ നിതയാണ്. നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു. നിങ്ങൾ ഇതിൽ പറയാതെ തന്നെ പറഞ്ഞു വരുന്നത് ഞാനും അമലും തമ്മിൽ റിലേഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഡിവോഴ്സ് ആയതെന്ന് അല്ലേ? അങ്ങനെ ഒരു കഥ ആരാണ് നിങ്ങളോട് വിളിച്ചു പറഞ്ഞത്? വിത്ത് ലോട്ട്സ് ഓഫ് റെസ്പെക്റ്റ് ഞാൻ പറയുവാണ്, അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാം പുറത്ത് വരാം. കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത കാലത്തോളം ഇപ്പോഴും കുഞ്ഞാറ്റയും ഞാനും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളിടത്തോളം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതിനെ പേടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്ന എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും എന്നാണ് ഈ പറയുന്ന നിത എന്ന് പറഞ്ഞിട്ടുള്ള പൊന്നൂസ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് അതുൽ വ്ളോഗ്സിൻ്റെ വീഡിയോൻ്റെ അടിയിൽ. അതായത് അതുൽ വ്ളോഗ്സ് പറഞ്ഞിരിക്കുന്നത് ഈ അമലുമായിട്ട് ഈ പറയുന്ന പൊന്നൂസിന് എന്തോ വിഷയമുണ്ടായിരുന്നു. അതെന്താണെന്നറിയില്ല, എന്തോ വിഷയമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഓൾറെഡി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമായിരിക്കാം എന്നുള്ള രീതിയിലാണ് അതിൽ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മറുപടി ആയിട്ട് ഈ പറയുന്ന പൊന്നൂസ് വന്ന് കമൻറ്റ് ഇട്ടതാണ്. ഓക്കെ, നമ്മൾ ഒരാളുടെ ലൈഫിൽ ഇവരിപ്പം ഡിവോഴ്സ് ആയതിനെക്കുറിച്ചൊന്നും നമ്മൾ വലിയ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളാണ്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടൊന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ടും ഇത് വലിയൊരു സംഭവമായിട്ട് സോഷ്യൽ മീഡിയ എടുത്ത് പൊക്കിയത് കൊണ്ടും മാത്രമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് പോലും. അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് മൈൻഡ് പോലും ചെയ്യില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ആ വീടിൻ്റെ ചുറ്റുമുള്ളവരോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരും മാത്രമേ ഈ പറയുന്ന ഡിവോഴ്സും കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇവർ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇടുന്നത് കൊണ്ട് തന്നെ ഇവരെ പരസ്പരം ഒരുമിച്ച് കാണാത്തപ്പം പലരും ചോദിക്കുമല്ലോ. അതുകൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ ഇവർ വന്നിട്ട് ഈ പറയുന്ന നേരിട്ട് വന്നിട്ട് പറഞ്ഞത് ഇവർ തമ്മിൽ ഡിവോഴ്സായി എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഇവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് ഇവർ എടുത്ത തീരുമാനമാണ്. അപ്പോൾ അത് അവരുടെ തീരുമാനത്തെ ഈ പറയുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ആരാധകർ അംഗീകരിച്ചേ പറ്റുള്ളൂ. പിന്നെ കുട്ടികളുടെ കാര്യം അത് അവർ നോക്കിക്കോളുമല്ലോ. അപ്പം ഈ പറയുന്ന പ്രേക്ഷകരുടെ അടുത്ത് വന്നിട്ട് അവർ ഒന്നും പറയുന്നൊന്നുമില്ല, കുട്ടികളെ നോക്കണമെന്നോ അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ചൊന്നും അവർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അവർക്ക് അറിയാം, നോക്കാനറിയാം. അപ്പോൾ ഇതാണ് സംഭവം. ഒരാൾ ഡിവോഴ്സായി, അപ്പോൾ അയാളുടെ എന്തുകൊണ്ട് ഡിവോഴ്സായി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഈ പറയുന്ന അന്വേഷണങ്ങളുമായിട്ട് പലരും നടക്കുന്നുണ്ട്. അത് നടക്കട്ടെ, അതങ്ങനെയാണല്ലോ, സോഷ്യൽ മീഡിയ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇവരെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം അത്രേ ഉള്ളൂ.